പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത ISL പുതിയ സീസണുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ISL ആരാധകർക്കെല്ലാം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ISL 2025-26 സീസൺ ഈ വരുന്ന ഫെബ്രുവരി 14 ആരംഭിച്ചേക്കുക. ISL പുതിയ സീസൺ ഫെബ്രുവരി 14 ആരംഭിക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് കൺഫേംഡ് ആയിട്ടുണ്ട്. മാത്രമല്ല എല്ലാ ISL ക്ലബ്ബുകളും ലീഗിൽ പങ്കെടുത്തേക്കുമെന്നുള്ള കാര്യവും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. 14 ISL ടീമുകളും ISLൽ പങ്കെടുത്തേക്കും. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ടീമിലെ രണ്ട് പ്രധാന താരങ്ങളാണ് ക്ലബ്ബ് വിട്ടുപോയിട്ടുണ്ടായിരുന്നത്. നോവ സദാവിയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണയും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അഡ്രിയൻ ലൂണ ലോൺ അടിസ്ഥാനത്തിൽ ഒരു ഇന്തോനേഷ്യൻ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുകയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടുപോയ നോവ സദാവി അല്പം നിരാശയോടെയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇപ്പോഴും കോൺട്രാക്ട് ഉണ്ടായിരുന്ന ഒരു താരമായിരുന്നു നോവ സദാവി. ISL ആരംഭിക്കാനായിട്ട് പോകുമെന്ന മാർക്കസിന്റെ ഒരു ട്വീറ്റിന് റിപ്ലൈ ആയിക്കൊണ്ട് നോവയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇറ്റ്സ് ഓൾ അബൌട്ട് ടൈം എന്നായിരുന്നു നോവയുടെ മറുപടി. ISLുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സീസണിലെ മത്സരങ്ങൾ ഹോം അവേ ഫോർമാറ്റിൽ തന്നെയായിരിക്കും നടന്നേക്കുക. മാത്രമല്ല സിംഗിൾ ലെഗ് മത്സരങ്ങളായിരിക്കും നടന്നേക്കുക. ഹോം അവേ ഫോർമാറ്റിലാണ് മത്സരം നടക്കുന്നത് കൊണ്ട് തന്നെ കൊച്ചിയിലെല്ലാം മത്സരങ്ങൾ നടന്നേക്കും. ഓരോ ടീമിനും 6 അല്ലെങ്കിൽ 7 ഹോം അവേ മത്സരങ്ങളായിരിക്കും ഉണ്ടാവുക. നല്ല നിലയിലുള്ള ഗ്രൗണ്ടുകളുള്ള ടീമുകൾക്ക് 7 ഹോം മത്സരങ്ങൾ ലഭിച്ചേക്കും. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ISL ആരംഭിക്കുന്നു എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.